ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ബുക്സ് ആൻഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ല ഏണിങ്സ് കിട്ടിയതും കുറേ നാൾ വർക്ക് ചെയ്യുന്ന ഒരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ ബ്രെയിനി എന്നാണ് ആപ്പിൻ്റെ പേര്. ഏകദേശം 6000 റുപ്പീസിന് മുകളിൽ ഞാൻ ഈ ആപ്പിൽ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്പിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെ ഏൺ ചെയ്യാമെന്നല്ല ഞാൻ ഈ വീഡിയോ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ ആരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ഓൺ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കും വരിക. അവിടെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് കൊടുത്ത് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആപ്പ് ഓപ്പൺ ആയി വരും. ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ഹോം പേജ്. എന്നിട്ട് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ കാണാം: ടോപ്പ് ടാസ്ക്, ടോപ്പ് സർവേ. അപ്പോൾ ഈ ആപ്പിൽ നിന്ന് മെയിനായിട്ട് ഏൺ ചെയ്യുമ്പോൾ സർവേ കംപ്ലീറ്റ് ചെയ്തത് തന്നെയാണ്. സർവേക്ക് പുറമെ അല്ലാതെ ഓഫേഴ്സ്, ഗെയിംസ്, ആർട്സ് ഇതിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ സർവേയിലൂടെ ഏൺ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് മെയിനായിട്ട് 3 സർവേ റൗട്ടേഴ്സാണ് ഉള്ളത്. ഒന്ന് ടൈം വാൾ, ഒന്ന് CPX, പിന്നെ ആർട്ട് ഗേറ്റ്. ഇതിൽ ടൈം വാളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏൺസ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ടൈം വാളിൽ നിന്ന് എങ്ങനെ ഏൺ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് ആദ്യം തന്നെ ടോപ്പ് ടാസ്കിൽ നിന്ന് ടൈം വാൾ സെലക്ട് ചെയ്യുക. ഇനി ടോപ്പ് ടാസ്ക് ടൈം വാൾ കാണാൻ പറ്റുന്ന ടോപ്പ് ടാസ്കിൻ്റെ നേരെ വ്യൂ ആൾ എന്നൊരു ഓപ്ഷൻ കാണാം. ആ വ്യൂ ആൾ ക്ലിക്ക് ചെയ്ത് ടൈം വാൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഓപ്പണായി വരുന്ന പേജിൽ ഗെറ്റ് സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഐ എഗ്രി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈനപ്പ് ചെയ്യുക ടൈം വാളിൽ. എന്നിട്ടൊരു പാസ്വേഡും കൂടെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടൈം വാളിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആകുന്നതായിരിക്കും. അതിനുശേഷം നമ്മളെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കാൻ പറയും. അതിനായി ക്ലിക്ക് ഹിയർ ടു കംപ്ലീറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ പ്രൊഫൈലിൽ നമ്മുടെ ഒറിജിനൽ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. നെയിം, പിൻകോഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, സ്റ്റേറ്റ് ഇതെല്ലാം ഒറിജിനൽ അടിച്ചു കൊടുക്കുക. കാരണം നമുക്ക് ടൈം ബക്സിലെ പോലെ തന്നെ ഇതിനകത്തും വിഡ്രോ അടിച്ച് കഴിയുമ്പോഴേക്കും നമുക്കൊരു ചെറിയ പ്രൊഫൈൽ വെരിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പം ഇവിടെ ഒറിജിനൽ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ സേവ് ആക്കുക. അതിനുശേഷം വരുന്ന ഇൻ്റർഫേസിൽ മുകളിലായിട്ട് സർവേസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ സർവേസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ സർവേ കംപ്ലീറ്റ് ആക്കാൻ പറയും. അതിൽ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് ആ ഇൻട്രൊഡക്ഷൻ സർവേ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നമ്മളോടൊരു 30 ക്വസ്റ്റ്യൻ ചോദിക്കും. ആ 30 ക്വസ്റ്റ്യൻ നമുക്ക് ആ ഒരു ചെറിയൊരു ലൈൻ വായിച്ച് നോക്കുന്ന തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഇതിനകത്ത് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൺട്രി കൊടുക്കുമ്പോൾ ഇന്ത്യ കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ഫേക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഡേ, മന്ത് കൊടുത്തിട്ട് ഒരു ഏജ് ഒരു 35 to 45 വരുന്ന ഏതെങ്കിലും ഇയർ കൊടുക്കുക. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ലെവൽ ചോദിക്കും. അത് എപ്പോഴും മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി, ഇത് രണ്ടും മാത്രം കൊടുക്കുക. പിന്നെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ചോദിക്കും. എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് എപ്പോഴും ഫുൾ ടൈം എംപ്ലോയി മാത്രം കൊടുക്കുക. ഈ 4-5 ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തെങ്കിലും കൊടുത്തു വിട്ടങ്ങ് പോയാൽ മതി. അപ്പോൾ ഈ 30 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ടൈം വാളിൽ സർവേസ് അവൈലബിൾ ആവുന്നതായിരിക്കും. ഇനി സർവേ ചെയ്യാൻ അറിയാത്ത ബിഗിനേഴ്സ് ആയാലും ഉണ്ടെങ്കിൽ അതിനും പരിഹാരമുണ്ട്. സർവേ എങ്ങനെ ക്വാളിഫൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട ശേഷം മാത്രം ടൈം വാൾ ഉപയോഗിക്കുക. ഇതിൽ ഓരോ സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻ്റാണ് കിട്ടുക. പോയിൻ്റാണ് ക്യാഷിലേക്ക് കൺവേർട്ട് ആകുന്നത്. അപ്പോൾ ടൈം വാളിൽ 1000 പോയിൻ്റ് ഒരു സർവേ ചെയ്താൽ 1000 പോയിൻ്റിൽ നമുക്ക് കിട്ടുന്നത് 1800 പോയിൻ്റാണ് കിട്ടുന്നത്. ഇതിനകത്ത് 258 പോയിൻ്റാണ് ₹1 എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പം ഈ പോയിന്റ് നമ്മുടെ ആപ്പിലേക്ക് ക്രെഡിറ്റ് ആവില്ല. ആപ്പിലേക്ക് ക്രെഡിറ്റ് ആവണമെങ്കിൽ നിങ്ങൾ മുകളിൽ കാണുന്ന 3 ബാറിലെ ആ 3 ബാർ ക്ലിക്ക് ചെയ്ത് താഴെ നോക്കുമ്പോഴേക്കും വിഡ്രോ എന്നൊരു ഓപ്ഷൻ കാണാം. ആ വിഡ്രോയിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ആപ്പിലേക്ക് ഈ പോയിന്റ് ക്രെഡിറ്റ് ആകത്തുള്ളൂ. ഈ പോയിന്റ് ക്രെഡിറ്റ് ആയി കഴിഞ്ഞ് ഡെയിലി ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ പോയിന്റ് എല്ലാം ക്യാഷിലേക്ക് കൺവേർട്ട് ആകും. അത് കഴിഞ്ഞ് നമുക്ക് നേരെ വിഡ്രോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പം ടൈം വാളിൽ നിന്ന് നമുക്കൊരു വെരിഫിക്കേഷൻ മെയിൽ വരും. ആ വെരിഫിക്കേഷൻ മെയിൽ വേണ്ട ഒരു ചെറിയ രീതി അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യണം. ആ മെയിൽ വെരിഫൈ ചെയ്ത് അക്കൗണ്ട് വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടൈം വാളിൽ അക്കൗണ്ട് ഏകദേശം സെറ്റ് ആയിരിക്കുകയാണ്. ഇനി പ്രൊഫൈൽ വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. പ്രൊഫൈൽ വെരിഫിക്കേഷൻ നമ്മുടെ ഫസ്റ്റ് വിഡ്രോ നടക്കുമ്പോൾ പ്രൊഫൈൽ വെരിഫിക്കേഷൻ്റെ ഒരു മെസ്സേജ് ഇവരുടെ അടുത്തുനിന്ന് വരും. പിന്നെ നമുക്ക് പ്രൊഫൈൽ അങ്ങ് വെരിഫൈ ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നേരെ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു സർവേ റൗട്ടർ എന്ന് പറഞ്ഞാൽ ആർട്ട് ഗേറ്റ് ആണ്. ആർട്ട് ഗേറ്റിലും ഇതേ പ്രോസസ്സ് തന്നെയാണ്. പിന്നെ അതിന് ആർട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്യുക. ആർട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ താഴെയായിട്ട് സർവേസ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ സർവേസ് ക്ലിക്ക് ചെയ്യുക. സർവീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കാൻ പറയും. ആ പ്രൊഫൈൽ നേരത്തെ കൊടുത്ത അതേ സെയിം ഡീറ്റെയിൽസ് തന്നെ അടിച്ചു കൊടുക്കുക. ഫസ്റ്റ് നമ്മുടെ ജെൻഡർ സെലക്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ ഇന്ത്യൻ എന്നുള്ള ആ സിറ്റിസൺഷിപ്പും തിരഞ്ഞെടുത്ത് കൊടുക്കുക. പിന്നെ കൺട്രി, സ്റ്റേറ്റ്, പിൻകോഡ്. അതിനുശേഷം നമ്മൾ മാരീഡ് എന്ന് കൊടുക്കുക. 2 ചിൽഡ്രൻ ഉണ്ടെന്ന് കൊടുക്കുക. പിന്നെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ഫുൾ ടൈം എംപ്ലോയി കൊടുക്കുക. വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഹൈടെക് എന്ന് കൊടുക്കുക. പിന്നെ നമ്മുടെ ആനുവൽ ഹൗസ് ഹോൾഡിങ്ങും ഒരു 12 lakhിൻ്റെ എബോ കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ, എന്തെങ്കിലും രോഗം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അത് നൺ ഓഫ് ദി എബോ മാത്രം കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആർട്ട് ഗേറ്റിലും പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ആർട്ട് ഗേറ്റിൽ നിന്നും സർവേ ചെയ്ത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ആർട്ട് ഗേറ്റ് ചെയ്യുന്ന സർവേയുടെ ഒക്കെ പോയിന്റ് ഡയറക്റ്റ്ലി ആപ്പിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇനി നേരെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് വിഡ്രോ ഒന്നുമില്ല. പിന്നെയുള്ള ഒരു സർവേ വളർന്ന് പറഞ്ഞാൽ CPX ആണ്. CPXലും ഈ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഈ 3 മെയിൻ ആയിട്ടുമുള്ള സർവേ റൗട്ടറാണ് ഇതിനകത്തുള്ളത്.
ഇതിന് പുറമെ വേറെയും സർവേ റൗട്ടേഴ്സ് ഉണ്ട്, പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് എനിക്ക് ഇത് മൂന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഏൺ ചെയ്യുന്ന പോയിന്റ് അല്ലെ കോയിൻ എല്ലാം കോയിൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ വന്ന് ആടാവുന്നതായിരിക്കും. ഇതിനകത്ത് 1 രൂപ എന്ന് പറഞ്ഞാൽ 258 കോയിനാണ്. പിന്നെ അത് ഡെയിലി രാത്രി 7 മണിയാകുമ്പം കോയിൻ എല്ലാം ക്യാഷിലേക്ക് കൺവേർട്ട് ആവുന്നതായിരിക്കും. ആ ക്യാഷ് പിന്നെ നമുക്ക് നേരെ വിഡ്രോ അടിക്കാവുന്നതാണ്. ഇതിനകത്ത് മിനിമം വിഡ്രോ വരുന്ന പറഞ്ഞാൽ 35 രൂപ മാത്രമേ മിനിമം വിഡ്രോ വരുന്നുള്ളൂ. നമുക്ക് ആ ക്യാഷ് UPIയിലേക്കോ അല്ലെങ്കിൽ ഗൂഗിളിലേക്കോ വിഡ്രോ ചെയ്യുന്നതാണ്. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് വിഡ്രോ ചെയ്യുന്നതാണ്. UPIയിലാണ് ഞാൻ ഇപ്പോൾ വിഡ്രോ എടുക്കാറ്. അപ്പോൾ UPIയിലേക്ക് വിഡ്രോ ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മുടെ പേരും ഫോൺ നമ്പറും പിന്നെ UPI ID അടിച്ചു കൊടുത്തിട്ട് നമുക്ക് എത്ര എമൗണ്ട് എത്ര വേണ്ടത് അത് സെലക്ട് ആക്കി കൊടുക്കുക, വിഡ്രോ ചെയ്യുക. ഒരു 24 ഹവേഴ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ആപ്പ് നല്ല രീതിയിൽ ഏണിംഗ് കിട്ടുന്ന ആപ്പാണ്. ആരും മിസ്സായി കളയരുത്, എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഈ ആപ്പ് ഓൾറെഡി യൂസ് ചെയ്യുന്നവരും ന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കും വേറൊരു മൾട്ടിപ്പിൾ അക്കൗണ്ട് റെക്കോർഡിംഗ് ഉണ്ട്. അത് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോണിൽ സെക്കൻഡ് സ്പേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കണം. ഈ റെഡ്മി പോക്കോ അങ്ങനത്തെ ഫോണിലൊക്കെ ഈ സെക്കൻഡ് സ്പേസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫോണിൽ ഒരു സെക്കൻഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. സെക്കൻഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ വീഡിയോ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവിടെയും ചെയ്യുക. എന്നിട്ട് അവിടെ വേറെ ഇമെയിൽ ID കൊടുത്ത് വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തും ക്യാഷ് ഏൺ ചെയ്യുക. എന്നിട്ട് അവിടെ വേറൊരു UPI ID കൊടുക്കുക. നമ്മളിപ്പോൾ കൊടുത്ത UPI ID അല്ലാതെ വേറൊരു ഡിഫറെൻറ്റ് UPI ID കൊടുക്കുക. ഡിഫറെൻറ്റ് UPI ID കൊടുത്തിട്ട് അതിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. ഇനിയും ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ ആക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.